ആയുരാരോഗ്യായ സർവേ പ്രാർത്ഥയന്തു. शरदो वर्तमानः शतं हेमन्तात् शतमु वसन्तात् शतम् इन्द्राग्नि सविता बृहस्पते शतायुषान् अभिषेकं पुनर्दुः. ॐ शतं जीव शरदो वर्तमानः शतं हेमन्तात् शतमु वसन्तात् शतम् इन्द्राग्नि सविता बृहस्पते शतायुषान् अभिषेकं पुनर्दुः. ॐ द्यौः शान्ति अन्तरिक्षं शान्ति पृथिवी शान्ति आपः शान्ति ओषधय शान्ति वनस्पतय शान्ति विश्वदेव शान्ति ब्रह्म शान्ति सर्वं शान्ति शान्तिरेव शान्ति समां शान्तिरेधि. ॐ शान्ति शान्ति शान्तिः. सुखिनं सुखिनं जन्मदिनं तव भवतु मङ्गलं जन्मदिनं चिरञ्जीव कुरु पुण्यवर्धनं चिरञ्जीव कुरु कीर्तिवर्धनं विजयी भव सर्वत्र सर्वदा जगति भवतु तव सर्वमङ्गलं जगति भवतु तव सर्वमङ्गलम्. നമസ്തേ. പൂജനീയ സ്വാമിജിയുടെയും സ്വാമിനിയമ്മയുടെയും പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് എല്ലാ ഗുരുക്കന്മാരെയും സർവാത്മന നമസ്കരിച്ചുകൊണ്ട് ഈ ഒരു ഗുരുപൂർണിമ ദിനത്തിൽ നമുക്കറിയാം ആഷാഢമാസത്തിലെ പൗർണമിയാണ് ഗുരുപൂർണിമയായിട്ട് വ്യാസപൂർണിമയായിട്ട് നമ്മൾ ആചരിച്ചു വരാറുള്ളത്. ഇന്നലെയായിരുന്നു ഗുരുപൂർണിമ. ഇന്നാണ് ശ്രീശങ്കര വിദ്യാമന്ദിരത്തിൽ ഗുരുപൂജ ദിനം ആചരിക്കുന്നത്. എല്ലാ വർഷവും നമ്മൾ വളരെ സമുചിതമായ രീതിയിൽ ഗുരുപൂർണിമ ദിനം ആചരിച്ചു വരുന്നുണ്ട്. കാരണം ഭാരതത്തിൽ സനാതന ധർമ്മത്തിൻ്റെ ഈ ഒരു രാഷ്ട്രത്തിലാണ് വരും തലമുറകളിലേക്ക് ഈ ഒരു ആദർശം പകർന്നു കൊടുക്കേണ്ട കടമ നമുക്കുള്ളത് കൊണ്ട് ഈ ഒരു ദിനം നമ്മൾ എല്ലാ വർഷവും മുടങ്ങാതെ ചെയ്തു വരുന്നതാണ്. അപ്പം ഈ ഒരു ദിവസം ഇന്ന് സ്വാമിജിയെയും സ്വാമിനിയമ്മയെയും മറ്റനേകം ഗുരുശ്രേഷ്ഠന്മാരെയും നമുക്ക് ഇവിടെ ലഭിച്ചിട്ടുള്ളത് നമ്മുടെ വളരെ ഒരു പുണ്യമായിട്ടാണ് കരുതുന്നത്. ഇത്രയും ഗുരുശ്രേഷ്ഠന്മാരുടെ സാന്നിധ്യത്തിൽ ഈ ഒരു ദിനം ആചരിക്കാൻ സാധിച്ചതിൽ വളരെയേറെ സന്തോഷവും അതിലേറെ പ്രാർത്ഥനാപൂർവം സ്വാമിജിയെയും സ്വാമിനിയമ്മയെയും മറ്റു ഗുരുശ്രേഷ്ഠന്മാരെയും ഈ ഗുരുപൂജാ ദിനത്തിലേക്ക് ശ്രീശങ്കര വിദ്യാമന്ദിരത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും സാദരം സ്വാഗതം ചെയ്തുകൊണ്ട് ഗുരുപൂജ ചടങ്ങിലേക്ക് സ്വാമിജിയെയും സ്വാമിനിയമ്മയെയും സാദരം ക്ഷണിക്കും. നമ്മൾ ദൂരെയുള്ള അല്ലെങ്കിൽ വേണ്ട നമുക്ക് വെളിച്ചം തരുന്ന ദൂരെയുള്ള എന്തെങ്കിലും ഒരു വസ്തുവിന്റെ പേര് പറയൂ. സൂര്യൻ ഒന്ന്, പിന്നെ ചന്ദ്രൻ രണ്ട്, പിന്നെ നക്ഷത്രങ്ങൾ അല്ലേ? നക്ഷത്രങ്ങളൊക്കെ എത്രയോ ദൂരെയാണ്, നമുക്കറിയില്ല, അത്രയും ദൂരെയാണ്.
ഇപ്പൊ നമ്മൾ കാണുന്ന പല നക്ഷത്രങ്ങളും പണ്ടെങ്ങോ മരിച്ചുപോയ നക്ഷത്രങ്ങളാണ്. അവിടുന്നുള്ള വെളിച്ചം ഇവിടത്തേക്ക് എത്തണമെങ്കിൽ കോടിക്കണക്കിന് കൊല്ലങ്ങൾ സഞ്ചരിച്ച് മാത്രമേ എത്തുള്ളൂ. അപ്പൊ അത് ചിലപ്പോൾ മരിച്ചു പോയിട്ടുണ്ടാവും. എന്നാൽ ഇപ്പോഴും നമ്മൾ കാണും. ശരി, സൂര്യനാണ് നമ്മുടെ അടുത്തുള്ള നക്ഷത്രം, ഏറ്റവും അടുത്തുള്ള നക്ഷത്രം. പിന്നെ ചന്ദ്രനെ പറഞ്ഞു. ചിലപ്പോ നമ്മൾ സൂര്യനെ തീരെ കാണില്ലല്ലോ പകല്. എപ്പോഴാ സൂര്യനെ കാണാത്ത? രാത്രി. ശരി, രാത്രി കാണൂല. പിന്നെ പകലെപ്പോഴാ കാണാത്ത? പകല് നല്ലപോലെ മഴക്കാറ് കൊണ്ട് മൂടിയാൽ സൂര്യനെ കാണില്ല, അല്ലേ? ഇപ്പൊ നിങ്ങൾ നോക്കുമ്പോ സൂര്യനുണ്ടോ പുറത്ത്? സൂര്യനെ കാണുന്നുണ്ടോ? ഇല്ലല്ലോ. സൂര്യനുണ്ടല്ലോ, മേഘം കൊണ്ട് മൂടിയിരിക്കുക, അല്ലേ? അപ്പൊ മേഘം കൊണ്ട് മൂടിയാൽ സൂര്യനെ കാണില്ല. അതുപോലെ മേഘം കൊണ്ട് മൂടിക്കഴിഞ്ഞാൽ ചന്ദ്രനെ കാണില്ല. ഇനി മേഘം കൊണ്ട് മാത്രമല്ല, എന്തെങ്കിലും മറവ് വന്നു കഴിഞ്ഞാൽ നമ്മൾ സൂര്യനെയും ചന്ദ്രനെയും ഒന്നും കാണില്ല. ശരിയല്ലേ പറഞ്ഞേ? അല്ലേ? ശരിയല്ലേ? ഇനി ഞാൻ വേറൊന്ന് പറയാം. നമ്മൾ നടക്കുന്ന വഴിയിൽ നമ്മൾ വെളിച്ചം ഉള്ളപ്പോ തട്ടാതെ മുട്ടാതെ മുള്ളൊന്നും തറയ്ക്കാതെ കല്ല് തടയാതെ നടക്കും, അല്ലേ? ഇരുട്ടാണെങ്കിലോ നടക്കാൻ പറ്റുമോ? നമുക്ക് വെളിച്ചം ഇല്ലാച്ചാൽ നമുക്ക് നടക്കാൻ പറ്റുമോ? ഇല്ല. നടക്കാൻ പറ്റും, പക്ഷെ ഏതെങ്കിലും കുഴിയിൽ പോയി വീഴും, കല്ല് തടഞ്ഞ് വീഴും, അല്ലെങ്കിൽ വല്ല മുള്ളു തറയ്ക്കും, അല്ലെങ്കിൽ ആരെങ്കിലും കൂട്ടിമുട്ടും ഒക്കെ ചെയ്യും, അല്ലേ? അപ്പൊ നമുക്ക് വഴിയിൽ നടക്കണമെങ്കിൽ കണ്ണ് കാണണം, വെളിച്ചം വേണം. ഇരുട്ടായാലും നടക്കാൻ പറ്റില്ല. അപ്പൊ വഴിയിൽ നടക്കണമെങ്കിലും വെളിച്ചം വേണം. അതുപോലെ ലക്ഷ്യത്തെ കാണണമെങ്കിലും വെളിച്ചം വേണം. മാർഗത്തിൽ നടക്കണമെങ്കിലും വെളിച്ചം, ലക്ഷ്യത്തിൽ എത്തണമെങ്കിലും വെളിച്ചം. ആ വെളിച്ചത്തിന് തടസ്സം വന്നാൽ, വെളിച്ചം ഇല്ലാത്ത അവസ്ഥയ്ക്ക് നമ്മൾ എന്താ പറയുക? വെളിച്ചം ഇല്ലാത്ത അവസ്ഥയ്ക്ക് ഇരുട്ടെന്ന് പറയും, ഇല്ലേ? ഇരുട്ടെന്ന് പറയില്ലേ? അപ്പൊ ഇരുട്ടാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നടക്കാൻ പറ്റില്ല, ഒരു പ്രവൃത്തിയും ചെയ്യാൻ പറ്റില്ല. ലക്ഷ്യം എന്താണെന്ന് അറിയില്ല, മാർഗം അറിയില്ല, മുള്ളും കല്ലും ഉണ്ടോന്ന് അറിയില്ല, പൊട്ടക്കിണർ ഉണ്ടോന്ന് അറിയില്ല. പൊട്ടക്കിണർ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഉണ്ട്. അതിലൊക്കെ വീണ എങ്ങനെ ഇരിക്കും? പൊട്ടക്കിണറ്റിൽ വീണ എങ്ങനെ ഉണ്ടാവും? അപകടം പറ്റും, ഇല്ലേ? എല്ലാം പൊട്ടി ഒടിഞ്ഞ് ചിലപ്പോ ചത്തേ പോവും. ശരി, അപ്പോ നമുക്ക് വെളിച്ചം വേണം വഴിയിൽ നടക്കണമെങ്കിലും ലക്ഷ്യത്തിൽ എത്തണമെങ്കിലും. ഇരുട്ട് നീങ്ങണം. അങ്ങനെ ഇരുട്ട് നീക്കുന്ന തത്വത്തിന് പറയുന്ന പേരാണ് ഗുരു എന്ന്. ഗുരു തത്വം വെളിച്ചം തരുന്നതാണ്, ഇരുട്ടിനെ നീക്കുന്നതാണ്. ഗു എന്ന് പറഞ്ഞാൽ ഇരുട്ട്. എന്താണ് ഗു എന്ന് പറഞ്ഞാൽ? ഇരുട്ട്. രു എന്നുള്ളത് ഒരു ചുരുക്ക പേരാ. രാവയതി, നീക്കുന്നു എന്നാണ്. രാവയതീതി രു, നീക്കുന്നവനാരോ അവനാണ് രു. അപ്പൊ ഗും രാവയതി ഇത് ഗുരു. ഇരുട്ടിനെ നീക്കുന്നവനാരോ അവനെയാണ് നമ്മൾ എന്ത് പറയുക? ഗുരു. നമുക്കൊക്കെ വെളിച്ചല്ലേ വേണ്ടത്, അല്ല ഇരുട്ടാണോ? ഇരുട്ട് കിടന്നുറങ്ങാനൊക്കെ ഇരുട്ട് നല്ലതല്ലേ? പക്ഷെ ഇരുട്ട് നമ്മളൊന്നും കാണില്ലല്ലോ. അപ്പൊ നമുക്ക് കാഴ്ച ഉണ്ടാവണമെങ്കിൽ, വഴിയിലൂടെ നടക്കണമെങ്കിൽ, ലക്ഷ്യത്തിൽ എത്തണമെങ്കിൽ വെളിച്ചം വേണം, ഇരുട്ട് നീങ്ങണം. അങ്ങനെ ഇരുട്ട് നീക്കുന്ന ആ തത്വമാണ് ഗുരു തത്വം. അങ്ങനെ നമ്മുടെ മുമ്പിൽ ഏത് കാലം തൊട്ടാന്നറിയില്ല എത്ര ഗുരുക്കന്മാരുണ്ട്, ഒട്ടനവധി ഗുരുക്കന്മാരുണ്ട് നമുക്ക്. നമ്മളെ ആദ്യത്തെ ഗുരു അമ്മയാ, അമ്മ. പിന്നെ അച്ഛനുണ്ട്, പിന്നെ നമ്മുടെ ആചാര്യന്മാരുണ്ട്, അല്ലേ? അമ്മ, അച്ഛൻ, ആചാര്യന്മാരൊക്കെ ഗുരുക്കന്മാരാ. ആ ഗുരുക്കന്മാര് തരുന്ന വെളിച്ചം കൊണ്ടാ നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുക. അപ്പൊ ഗുരുനാഥനെ പൂജിക്കാൻ വേണ്ടി നമ്മൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഇന്നലെയാ ഗുരുപൂർണിമ. പക്ഷെ ഇന്നലെ നമുക്ക് വിദ്യാലയം ഇല്ലല്ലോ,
വിദ്യാലയം ഇന്നലെ ഉണ്ടായിരുന്നോ? ഇല്ല. അപ്പൊ ഇന്നത്തേക്ക് വെച്ചതാ. അതാണ്. അപ്പൊ നമ്മൾ ആ ഗുരുപൂർണിമ ആചരിക്കാനാണ് ഒത്തുകൂടിയിട്ടുള്ളത്. അപ്പൊ എല്ലാവരും വെളിച്ചത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, ഇരുട്ട് നീങ്ങണം എന്ന് പ്രാർത്ഥിക്കുക. അതാ വേണ്ടേ. അതിനൊരു മന്ത്രമുണ്ട്. എന്താ മന്ത്രം? തമസോമാ ജ്യോതിർഗമയ. കേട്ടില്ലേ? ഇപ്പൊ കേട്ടില്ലേ? തമസോമാ ജ്യോതിർഗമയ മാ എന്നെ തമസഹ ഇരുട്ടിൽ നിന്ന് ജ്യോതിഹി വെളിച്ചത്തിലേക്ക് ഗമയ എത്തിക്കണേന്ന് പ്രാർത്ഥിക്കുക. വെളിച്ചല്ലേ നമുക്കൊക്കെ വേണ്ടേ? അതിനാ പ്രാർത്ഥിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഗുരുപൂർണിമയ്ക്ക് നല്ലോണം ഗുരുവിനെ നമസ്കരിച്ച് ഗുരുവിനെ പ്രാർത്ഥിക്കുക, ഗുരുവിനോട് പ്രാർത്ഥിക്കുക. അതാ പറയാനുള്ളത് കേട്ടോ. ശരി, സന്തോഷം.